കുഞ്ഞിൻ്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ് ഓരോ മൈൽസ്റ്റോൺസും കുഞ്ഞ് കറക്റ്റ് സമയത്ത് തന്നെ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഇത് അമ്മമാർ ഉറപ്പുവരുത്തേണ്ട ഒന്നുകൂടിയാണ്. എന്നാൽ ചില സമയത്തൊക്കെ അമ്മമാർ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് കാരണവും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഡിലേ ആകാറുണ്ട്. അത് എന്തൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ക്ഷേമ. വീഡിയോ മുഴുവനായും കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തേത്, ഒരുപാട് അമിതമായിട്ട് സ്വിങ്സ്, തൊട്ടിൽ, ബൗൺസർ, വാക്കർ, ഹൈ ചെയർ ഇവയൊക്കെ ഉപയോഗിക്കുന്നത്. പല അമ്മമാരും കുഞ്ഞുങ്ങളെ അവരുടെ ജോലി തീർക്കാനും എളുപ്പമാക്കാനും ഒക്കെ ആയിട്ട് ഹൈ ചെയറിലും വാക്കറിലും ഒക്കെ ആയിട്ട് ഇരുത്തിയിട്ട് ജോലി ചെയ്യുന്നത് കാണാം. ഒരുപാട് നേരം കുഞ്ഞിനെ ഹൈ ചെയർ, വാക്കർ, അതുപോലെ തന്നെ ബൗൺസേഴ്സ് ഇതിലൊക്കെ ഇരുത്തുന്നതാകാനുള്ള ചാൻസ് കൂടുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ആവശ്യത്തിനുള്ള മൂമെൻറ്റ്സ് ഓരോ കാലഘട്ടത്തിലും കിട്ടാതെയാകുന്നു. ഇതുകൊണ്ട് തന്നെ കുഞ്ഞിന് പല മൈൽ സ്റ്റോൺസും അച്ചീവ് ചെയ്യാനുള്ള ഡിലേസും വരുത്തുന്നു. കുഞ്ഞിന് ഫ്ലോർ ടൈം അല്ലെങ്കിൽ ടമ്മി ടൈം ഒക്കെ കൊടുക്കുക എന്നുള്ളത് കുഞ്ഞിൻ്റെ മൂമെൻറ്റ്സിനെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കുഞ്ഞിന് ഫ്ലോർ ടൈം കൊടുക്കുക വഴി കുഞ്ഞിന് കോസ് ആൻഡ് ഇഫക്റ്റ്, അതായത് കുഞ്ഞ് ഒരു സാധനത്തിൽ പോയി തട്ടുന്ന സമയത്ത് അതിന് നോയ്സ് ഉണ്ടാകുന്നു. ഇതെങ്ങനെയാണെന്ന് കുഞ്ഞ് തിരിച്ചറിയുന്നു. കുഞ്ഞ് ഇഴയാൻ പഠിക്കുന്നു, കമിഴ്ന്ന് വീഴാനൊക്കെ ആയിട്ട് പഠിക്കുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ കുഞ്ഞുങ്ങളുടെ മൂമെൻറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പല അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാൻ മടിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു കാരണം. കുഞ്ഞ് കമിഴ്ന്ന് വീഴുന്ന സമയത്ത് മുഖം അടച്ചു പോകുകയോ ശ്വാസം മുട്ടുകയോ ഒക്കെ ചെയ്യുമെന്നുള്ള ധാരണയിൽ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുകയില്ല. ടമ്മി ടൈം എന്നത് കുഞ്ഞിൻ്റെ തലയ്ക്കും അതുപോലെ തന്നെ നെക്കിലെയും മസിൽസിനും ഒക്കെ സ്ട്രെങ്തൻ ആവാനുള്ള ഒരു എക്സസൈസ് കൂടിയാണ്. നല്ലൊരു ആക്ടിവിറ്റിയാണിത്. എന്നാൽ പല അമ്മമാരും ഇത് കൊടുക്കാനായിട്ട് വൈകിപ്പിക്കുന്നു. ഏകദേശം ഒരു 3 മുതൽ 4 മാസം വരെയാണ് കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് വീഴേണ്ട സമയം. ഇതിനോടടുപ്പിച്ച് തന്നെ കുഞ്ഞിനെ കമിഴ്ത്തി കിടക്കാനും അതുപോലെ തന്നെ ടമ്മി ടൈം കൊടുക്കാനും ഒക്കെ ആയിട്ട് അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായ ഒന്നാണ്. ഇല്ലെങ്കിൽ ഇതിന് ശേഷം കുഞ്ഞ് പിന്നീട് ഇരിക്കാനും കമിഴ്ന്ന് വീഴാനും ഇഴയാനും ഒക്കെ ആയിട്ട് കാലതാമസം എടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ സമയത്ത് കുഞ്ഞിന് സ്റ്റിഫായിട്ടുള്ള ഒരു സ്ഥലത്ത് തറയിലോ മറ്റോ നിങ്ങളുടെ പ്രസൻസ് ഉള്ള സമയത്ത് ടമ്മി ടൈം ബോക്സ് അതുപോലെ തന്നെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് കുഞ്ഞിനെ കുറച്ചു നേരമെങ്കിലും തല ഉയർത്തി പിടിക്കാനും അതുപോലെ തന്നെ കമിഴ്ന്ന് വീഴാനും ഒക്കെ ആയിട്ടുള്ള എൻകറേജ്മെൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ നല്ലൊരു എക്സസൈസ് കൂടിയാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ. ഇത് കൊടുക്കാൻ വൈകുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ നെക്ക് മസിൽസൊക്കെ സ്റ്റിഫ് ആകുകയും പിന്നീട് അതൊരിക്കലും സോഫ്റ്റ് ആകാനും പിന്നീട് കുഞ്ഞ് അത് ട്രൈ ചെയ്യാതിരിക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തേതാണ് ഫ്ലാറ്റ് ഹെഡ്. ഇത് ജനിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഉറങ്ങുന്ന സമയത്തും ഉണർന്നിരിക്കുന്ന സമയത്തും ഒക്കെ ആയിട്ട് ഒരു സൈഡിലേക്ക് തന്നെ തല ചെരിച്ച് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കുഞ്ഞിൻ്റെ മറ്റേ സൈഡിലേക്ക് പ്രഷർ കൂട്ടാനും അതുപോലെ തന്നെ ഫ്ലാറ്റ് ഹെഡ് ഉണ്ടാവാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുന്നു. അതായത് ഒരു സ്ഥലത്തെ മാത്രം തല ഫ്ലാറ്റ് ആയിട്ട് പോവുകയും ചെയ്യുന്നു. ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കുഞ്ഞിനെ മറ്റേ സൈഡിലേക്കും കൂടി തല ചെരിച്ച് വെച്ച് ഉറങ്ങാനും ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇത് പല അമ്മമാരും ഡിലേ ആക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് പല അച്ചീവ്മെൻറ്റ്സും ഉണ്ടാവുകയില്ല. ഒരു സ്ഥലത്തേക്കുള്ള മസിൽസ് മാത്രം, അതായത് നെക്ക് മസിൽസ് മാത്രം സ്റ്റിഫായി പോവുകയും ടോർട്ടിക്കോളിസ് എന്ന കണ്ടീഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. ഇത് പിന്നീട് കുഞ്ഞിന് മൈൽ സ്റ്റോൺസ് ഒക്കെ ഡിലേ ആകാനുള്ള ചാൻസ് കൂട്ടുന്ന ഒന്നുകൂടിയാണ്. ഇതും അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട്, വീട്ടിലുള്ള മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ 2 മാസത്തിനൊക്കെ മുമ്പായിട്ട് തന്നെ മടിയിലിരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇത് പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്. കുഞ്ഞിൻ്റെ ഹെഡും മസിൽസും അതുപോലെ തന്നെ നെക്ക് മസിൽസും ഒക്കെ കൺട്രോളായി വരുന്ന സമയം എന്നുള്ളത് ഒരു 3 മാസമൊക്കെയാണ്. ഈ സമയത്ത് കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. എന്നാൽ ഇതിന് പകരം നിങ്ങൾ മടിയിലിരുത്തുന്നത് വളരെയധികം കുഴപ്പം പിടിച്ച ഒന്നാണ്. ഇത് കുഞ്ഞിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. ഈ സമയത്ത് കുഞ്ഞിൻ്റെ തലയും അതുപോലെ തന്നെ നെക്കും ഒന്നും ഉറച്ചിരിക്കുന്ന സമയമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മടിയിലിരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത്. ഒരു 4-5 മാസത്തിനുള്ളിലാണ് നിങ്ങൾ ഇതിനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് പറയുന്നത്, കുഞ്ഞിൻ്റെ മൈൽസ്റ്റോൺ ഡിലേ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അതായത് ഓരോ പ്രായത്തിലും ഏത് മാസത്തിലാണ് കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അമ്മമാർക്ക് വളരെ കൃത്യമായുള്ള ഒരു ധാരണ വെക്കേണ്ടത് അത്യാവശ്യമായ ഒന്നാണ്. അതായത് കുഞ്ഞ് കമിഴ്ന്ന് വീഴുന്നത് ഏകദേശം ഒരു 3 മുതൽ 4 മാസം വരെയാണ്. ഇത് 5 മാസത്തിന് ശേഷവും കുഞ്ഞുങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് കുഞ്ഞ് ഇരിക്കുക എന്നുള്ളത്. ഏകദേശം ഒരു 5 മുതൽ 6 മാസം വരെയൊക്കെ കുഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ. ഒരു 9 മാസമൊക്കെ ആയിട്ടും കുഞ്ഞ് ഇതിന് ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തത്, ഇഴയുന്ന പ്രായം. ഒരു 9 മാസം മുതൽ 1 വയസ്സ് വരെയൊക്കെ കുഞ്ഞ് ഏകദേശം ഇഴയാനും ഒന്ന് പിടിച്ച് നിൽക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുന്നതാണ്. എന്നാൽ 1 വയസ്സിന് ശേഷവും കുഞ്ഞ് ഇതിന് ശ്രമിക്കുന്നില്ല എങ്കിൽ ഡോക്ടറെ കാണണം. പിടിച്ച് നിൽക്കുക ഉള്ളത് ഒരു 12 മുതൽ 15 മാസം വരെയുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കെടുക്കുന്നത്. എന്നാൽ നിങ്ങൾ കുഞ്ഞിന് ഒരു 1.25 വയസ്സൊക്കെ ആയിട്ടും ഇത് ചെയ്യുന്നില്ലെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇനി 6ാമത്തായിട്ട് പറയുന്നത്, കുഞ്ഞ് സംസാരം വൈകിക്കൽ അതുപോലെ തന്നെ ചിരിക്കാതിരിക്കുക
ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ്. ഏകദേശം ഒരു 3 മുതൽ 4 മാസം വരെയൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞ് തനിയെ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങുന്നതാണ്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നേരത്തെ തന്നെ കുഞ്ഞുങ്ങളോട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ കളിക്കാനും ചിരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സമയം നിങ്ങൾ ചിലവഴിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ സോഷ്യൽ ഇൻട്രാക്ഷനും സ്കില്ലും ഇമ്പ്രൂവ് ആവുകയുള്ളൂ. പിന്നീട് അവർക്ക് അത് കമ്മ്യൂണിക്കേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ കുഞ്ഞ് സംസാരിക്കാനും ശ്രമിക്കുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് കുഞ്ഞിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാടധികം ടോയ്സ് വാങ്ങിക്കൂട്ടാതെ കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ച് എന്തൊക്കെ ടോയ്സ് ആണ് വാങ്ങേണ്ടത് എന്നത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇതിനെപ്പറ്റി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഏകദേശം ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ സമയത്ത് കുഞ്ഞിന് ഫ്ലാഷ് കാർഡ്സ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാർഡ്സ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് കാരണം കുഞ്ഞിന് കണ്ണിനും ഒക്കെ സ്റ്റിമുലേഷൻ കിട്ടുകയും കുഞ്ഞ് ബ്ലാക്ക് വൈറ്റ് കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പിന്നീട് ഈ ബ്ലാക്ക് കാർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതെന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുമായിട്ടും ഒക്കെ ശ്രമിക്കാവുന്നതാണ്. ഇത് വളരെയധികം നല്ല ഒരു ആക്ടിവിറ്റി കൂടിയാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ. നേരത്തെ മടിയിലിരുത്താൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഒരു തെറ്റ് തന്നെയാണ് നിങ്ങൾ കുഞ്ഞ് ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ പിടിച്ച് ഇരുത്താനായിട്ട്, അതായത് കിടക്കുന്ന കുഞ്ഞിനെ പിടിച്ച് നിങ്ങളുടെ കൈ കൊണ്ട് ഇരുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഈ സമയത്ത് കുഞ്ഞിൻ്റെ കൈകളുടെ പേശികൾ, മസിൽസ് ഒന്നും ഒരുപാട് ഉറച്ചതായിരിക്കില്ല. കുഞ്ഞുങ്ങളുടെ ബോൺസും വളരെയധികം സോഫ്റ്റാണ്. പെട്ടെന്ന് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി കുഞ്ഞിനെ പിടിച്ചിരുത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞിരിക്കൽ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം പിടിച്ചിരുത്തലൊന്നും അല്ല. കുഞ്ഞിരിക്കാനായിട്ട് ഒരുപാട് സ്റ്റേജസ് കടന്നു പോകേണ്ടതുണ്ട്. ഇനി ഒരു ഡെവലപ്മെൻറ്റ് ഡിലേ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ് കുഞ്ഞിൻ്റെ ഓറൽ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് വരാതിരിക്കൽ. ഇതിന് പ്രത്യേക ഒരു കാരണം തന്നെ പറയുന്നത് കുഞ്ഞിന് എപ്പോഴും ഫുഡ്സ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കുറുക്ക് രൂപത്തിലൊക്കെ ആക്കി മാത്രം കൊടുക്കുക. അതായത് 1 വയസ്സുള്ള കുഞ്ഞിനും ഇപ്പോഴും കുറുക്ക് കൊടുക്കുന്ന അമ്മമാർ പലരും കണ്ടിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിന് ഒരു 9 മാസമൊക്കെ ആകുന്ന സമയത്ത് തന്നെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള കട്ടിയായിട്ടുള്ള രീതിയിലുള്ള ആഹാരം കൊടുത്തു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇത് കുഞ്ഞിൻ്റെ ഓറോ മോട്ടർ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിലും സംസാരത്തിനുമൊക്കെ വളരെയധികം മെച്ചപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ കുറുക്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വായ്ക്കകത്ത് ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. കുഞ്ഞ് ജസ്റ്റ് അത് വിഴുങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ചവച്ചരിച്ച് പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഓറലി കിട്ടിയെങ്കിൽ മാത്രമേ കുഞ്ഞ് സംസാരിക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇനി ലാസ്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോപ്പറാണ് എന്ന് കരുതി നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും ഒരേ രീതിയിലല്ല വളരുന്നത്. പല കുഞ്ഞുങ്ങളും പല രീതിയിലാണ് വളരുന്നതെങ്കിലും ഓരോ പ്രായത്തിലും കുഞ്ഞിന് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ഉണ്ടാവേണ്ടത് എന്ന് അമ്മമാർ അറിയേണ്ടത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. പല കുഞ്ഞുങ്ങളും ഇത് ചെയ്യാൻ വൈകുമെങ്കിലും ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ ഇത് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇത് ഏതാണ് ഈ ടൈം പീരീഡ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കുഞ്ഞിന് മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാളിൽ ഡിലേ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അത് അല്ലാതെ നോർമലാണ്, ഇത് ജനറ്റിക് ആണ്, വീട്ടിൽ പലരും ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കരുത്. പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻ്റ് അല്ല നിങ്ങളുടെ കുഞ്ഞിന് ഉള്ളത് എങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ? പലതും വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യാതെ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ ഡിലേ ഉണ്ടാക്കുന്ന ചില മിസ്റ്റേക്സിനെ പറ്റിയാണ് സംസാരിച്ചത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.